Good morning. Good morning, sir. Good morning. യെസ്, നമുക്ക് തുടങ്ങാം. 30 പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് എനിക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞു. ഇന്നെന്താ കേരളത്തിൽ പ്രത്യേകിച്ച് വല്ല പ്രശ്നങ്ങളുണ്ടോ? ആരെയും കാണുന്നില്ല. കുട്ടികളാരും മിണ്ടുന്നില്ല. വീഡിയോ ഓൺ ആവുന്നില്ല. എനി പ്രോബ്ലം? ഇന്നലെ എല്ലാവരും പേടിച്ചിരിക്കുന്നു. ഡോക്ടറെ ഡോക്ടർ എന്ത് മരുന്ന് കുറിക്കുമെന്നുള്ള ടെൻഷനിലാവും. മരുന്ന് കുറിക്കും. മരുന്ന് ഞാൻ പറയുന്നത് അവർ സ്വയമായിട്ട് കഴിച്ചാലല്ലേ ഇതൊക്കെ കാര്യമുള്ളൂ. എന്ത് മരുന്ന് കുറിച്ചിട്ടും കാര്യമുണ്ടോ? ശരിയാണ്. മരുന്ന് കഴിച്ചാലല്ലേ. ആരാ ലിങ്ക് വന്നില്ലെന്ന് എഴുതി? ഇത്രയും കാലമായിട്ട് ലിങ്ക് വരാത്ത മനുഷ്യനാരാണ്? യെസ്, മുനീർ ഭായ്, എന്താ വിശേഷങ്ങൾ? സുഖം തന്നെ? കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? ഓക്കെ. കർക്കിടക മാസത്തിലെ കച്ചവടം നിങ്ങളുടെ ഇത് ഓപ്പൺ ആയിട്ടില്ല അല്ലേ? നിങ്ങളുടെ സർവീസ് ഓപ്പൺ ആയിട്ടില്ല അല്ലേ? ഉദ്ഘാടനത്തിന് നമ്മളെയൊക്കെ വിളിക്കണേ. കൊടുക്കുന്ന ലഡു ജിലേബി എന്താ വെച്ചാൽ അതൊക്കെ നമുക്ക് തരണേ. ഓക്കെ. സോ ഇന്നലത്തെ സംഭവം ഇവിടെ പുതിയതായിട്ട് വന്നത്, ഇന്നത്തെ ആദ്യമായിട്ട് ഇന്ന് ക്ലാസ്സിൽ ഇരിക്കുന്ന എത്ര പേരുണ്ട്? ആദ്യമായിട്ട് ഇന്ന് വന്നിരിക്കുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ, വീഡിയോ ഓൺ ചെയ്യോ, ചെയ്യാൻ പറ്റുമോ? എനിക്ക് ആരൊക്കെ പേരറിയാത്ത കുറച്ച് ആളുകളുടെ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതുവരെ കാണാത്ത ചില മുഖങ്ങൾ. എനിബഡി ഹാൻഡ് റൈസ് പ്ലീസ്? ഇല്ല. അപ്പൊ ഇന്നലെ എല്ലാവരും ഇന്നലെയുള്ള ആൾക്കാരാണ് ബേസിക്കലി. ഓക്കെ. അപ്പൊ ഇന്നലത്തെ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നലെ എന്താണ് സംഭവിച്ചത് മുനീർ ഭായ്? ഒരു ഡീറ്റെയിൽ കൊടുക്കും വന്ന ആൾക്കാർക്ക്. ഇന്നലെ നമ്മുടെ ബിസിനസിന്റെ ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഹെൽത്ത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള. അതില് പ്രോഫിറ്റബിലിറ്റി, സ്കെയിലബിലിറ്റി, ഇന്നോവേറ്റീവ്, പിന്നെ എൻട്രി ബാരിയർ, ടീം. ഇത്ര 5 മേഖലകളാണ് ചെക്ക് ചെയ്തത്. 5 മേഖലകളാണ് ചെക്ക് ചെയ്തത്. അതായത് നമ്മൾ ചെക്ക് ചെയ്തത് എങ്ങനെയാണ്? ഓരോ ഏരിയ എടുത്തു, പ്രോഫിറ്റബിലിറ്റി എടുത്തു. ആ പ്രോഫിറ്റബിലിറ്റിയിൽ നമ്മൾ 5 മാർക്കില് ഔട്ട് ഓഫ് 5 നമുക്ക് എത്ര മാർക്കാണ്? നമ്മൾ ബ്രേക്ക് ഈവൺ ആണോ, നമ്മൾ ബാഡ് ആണോ, വെരി ബാഡ് ആണോ, സാറ്റിസ്ഫൈഡ് ആണോ, ഹൈലി സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റിയിൽ എടുത്തത്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ബിസിനസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. ഓരോ സ്റ്റാഫ് മെമ്പറെ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഓരോരുത്തരും നിങ്ങൾക്ക് ലാഭകരമാണോ, ഓരോ സ്റ്റാഫും നിങ്ങൾക്ക് ലാഭം തരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കുന്നതിന് ഒരു തരക്കെടുമില്ല. ഓക്കെ. അടുത്തത് നമ്മൾ നോക്കിയത് സ്കെയിലബിലിറ്റിയാണ്. എന്താണ് സ്കെയിലബിലിറ്റി? വളർച്ച എങ്ങനെയാവണം? വളർച്ച എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചിന്തിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാർ. ഒരു 10% കഴിഞ്ഞ വർഷത്തേക്ക് ആ വളർച്ചയുണ്ടായി, 20% വളർച്ചയുണ്ടായി. ആ കാലൊക്കെ തീർന്നു. ഇന്ന് നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെതായിട്ടുള്ള ഓരോ ടൈം ഉണ്ട്, ഒരു ടൈം പീരീഡ് ഉണ്ട്. പണ്ടൊക്കെ ഒരുപാട് കാലം നമുക്ക് ആ പീരീഡ് കിട്ടുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല.
ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് കാലേ കിട്ടുള്ളൂ. സോ വി ഷുഡ് ഹാവ് ദ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. വളരെ പെട്ടെന്നുള്ള വളർച്ച ഉണ്ടാവണം. വളരെ പെട്ടെന്നുള്ള വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ സാർ വീഴ്ചയും അതുപോലെ ആവില്ലേ എന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഉത്തരം ആഗസ്റ്റ് 15-നുണ്ട് കേട്ടോ. അത് അങ്ങോട്ട് വന്നാൽ മതി, അപ്പൊ തരാം. പക്ഷെ വളരെ വളരെ പെട്ടെന്നുള്ള വളർച്ച ഡെഫിനറ്റ്ലി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പോഴത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രോസസ്സ്, നമ്മുടെ സിസ്റ്റം, നമ്മുടെ പ്രോസസ്സ് നമുക്ക് നിർബന്ധമായിട്ട് വേണം. നമുക്കൊരു സ്റ്റാൻഡർഡൈസേഷൻ, അതായത് മഞ്ചേരി നടക്കുന്നതും സിംഗപ്പൂർ നടക്കുന്നതും മുനീർഭായുടെ ബിസിനസ് ആണെങ്കിൽ രണ്ടിനും ഒരേപോലെ ആയിരിക്കണം. മുനീർഭായ് മഞ്ചേരി കൊടുക്കുന്ന അതേ കാര്യങ്ങളായിരിക്കണം സിംഗപ്പൂരും കൊടുക്കുന്നത്. അതേ പ്രൊഡക്റ്റ് അതേ ക്വാളിറ്റിയിൽ. കാരണം മഞ്ചേരിയിലുള്ള പ്രൊഡക്റ്റിനെ കണ്ടിട്ടാണ് ആളുകൾ സിംഗപ്പൂർ വരുന്നത്, അല്ലെങ്കിൽ സിംഗപ്പൂരിലുള്ള പ്രൊഡക്റ്റിനെ കണ്ടിട്ടാണ് ആളുകൾ മഞ്ചേരി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന കാര്യം വേണം. അതേപോലെ തന്നെ സീറോ വേരിയേഷൻ ആയിരിക്കണം. അത് നമ്മളുടെ ആ പ്രോസസ്സിൽ നിന്ന്, നമ്മുടെ സ്റ്റാൻഡേർഡുകളിൽ നിന്ന് ഒരു തരത്തിലും നമ്മൾ മാറില്ല എന്ന് തീരുമാനിക്കുന്നതാണ് സീറോ വേരിയേഷൻ. നാലാമത്തത്, ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പ്രൊസീജിയർ, SOP എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള SOP നമുക്ക് നിർബന്ധമാണ്. അഞ്ചാമത്തത് മാനുവൽ ബുക്ക്. ഇതൊക്കെ നിയമങ്ങളാക്കിയിട്ട് ഓരോ ബ്രാഞ്ചുകളിലും നമ്മൾ വെക്കണം. അപ്പോ ജീവൻ സാറ് തോട്ടപ്പള്ളിയിലോ മാത്രം ഇരിക്കേണ്ടവരല്ല, കമ്മനഹള്ളിയിലും ഇരിക്കേണ്ടതാണ്, ബാംഗ്ലൂരിൽ എന്നുള്ളതിന് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്കെയിലബിൾ ആയിരിക്കണം. ആലപ്പുഴയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് മാറുന്ന സമയത്ത് പുതിയ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. ഈ സിസ്റ്റത്തിൽ, ഈ സ്കെയിലബിലിറ്റിയിൽ നിങ്ങളുടെ ബിസിനസ് ഇവിടെ വളരാൻ വേണ്ടിയിട്ടല്ലേ സോണി സാറേ, സോണി ചേട്ടാ, നമ്മൾ നടത്തുന്ന പരിപാടി നടത്തുന്നത്? ബിസിനസ് വളരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ നടത്തുന്നത്? വളരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടോ? അതിനെത്ര മാർക്ക്? 5, 4, 3, 2, 1. ഇവിടെ നല്ല ചിലർ വന്നിട്ട് ബിസിനസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഇപ്പൊ നടക്കുന്ന ബിസിനസ് ഞാൻ ഭയങ്കര ഹാപ്പിയാന്നൊക്കെ പറഞ്ഞവരുണ്ട്. അവരെ ഞാൻ കണ്ടം വഴി ഞാൻ ചിലരെ ഓടിച്ചിട്ടുണ്ട്. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നടക്കുന്ന ബിസിനസ്സേ ഒന്നുമില്ലേ, വളരെ കുറച്ചുള്ളേ. സ്കെയിലബിൾ എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി മാത്രമല്ല, സ്കെയിലബിലിറ്റി നമ്മൾ നോക്കണം. സ്കെയിലബിൾ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് എത്രത്തോളം വളരാൻ പറ്റും എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ബിസിനസ് നടത്തുന്നത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമാണോ? അല്ലല്ലോ. നിങ്ങളുടെ സ്റ്റാഫുകൾ, നിങ്ങളുടെ അടുത്ത തലമുറ, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണ്ടേ? സോ അതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ ബി സീരിയസ് ഓൺ ദ സ്കെയിലബിലിറ്റി സൈഡ്. പിന്നെ നമ്മൾ സംസാരിച്ചത് ഇന്നോവേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്തല്ലോ, നമുക്ക് സംസാരിച്ച് നമുക്ക് അതിന് ഓരോ പറഞ്ഞ പോലെ സൊല്യൂഷൻ പറഞ്ഞങ്ങ് പോയാലോ? അതല്ലേ നല്ലത്? ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. അപ്പോ ഫസ്റ്റ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി എടുക്കുന്നു. നമ്മൾ ഇന്നലെ ചെക്ക് ചെയ്തു 5, 4, 3, 2, 1. ഇനി എന്റെ ചോദ്യത്തിലേ ഉള്ളൂ, മരുന്ന് എനിക്ക് പേരൊന്നും അറിയില്ല. മരുന്നിന്റെ പേര്, നിങ്ങളുടെ അസുഖത്തിന്റെ മരുന്നിന്റെ പേര് നിങ്ങൾക്കറിയാം. അതാണ് ഇപ്പൊ നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ഈ 5 പോയിന്റിലും നമ്മളുടെ ഇപ്പോഴത്തെ നിലവാരത്തിൽ നിന്ന് അടുത്ത നിലവാരത്തിലേക്ക് പോവാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ എഴുതാൻ പോവുക. ഇപ്പൊ നിങ്ങൾ പ്രോഫിറ്റബിൾ അല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റബിൾ അല്ല, എനിക്ക് 2 മാർക്ക് ബാഡ് എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാഡിൽ നിന്ന് ബ്രേക്ക് ഈവൺ ആവാൻ നിങ്ങളുടെ മനസ്സിൽ കാണുന്ന പ്രോഫിറ്റബിൾ ആവാൻ ഓരോ ഡിപ്പാർട്ട്മെന്റും നമ്മൾ പ്രോഫിറ്റബിൾ ആണോ നോക്കി, ഓരോ സെയിൽസ് പേഴ്സണും വരെ നമ്മൾ പ്രോഫിറ്റബിൾ ആണോ നോക്കി, ഓരോ ബിസിനസ്സിലെ എല്ലാ പ്രൊഡക്ട്സും നമ്മൾ പ്രോഫിറ്റബിൾ ആണോ നോക്കി. എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം. ഇപ്പോ ഇവിടെ വെച്ച് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതിയിരിക്കണം 3 കാര്യങ്ങൾ മിനിമം. നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന 3 കാര്യങ്ങൾ മിനിമം എഴുതിയിരിക്കണം. പ്രോഫിറ്റബിൾ ആവാൻ ഞാൻ എന്ത് ചെയ്യണം? അടുത്ത ലെവലിലേക്ക് പോവാൻ ഞാൻ എന്ത് ചെയ്യണം? 4ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നവൻ 5ാമത്തെ പൊസിഷനിലേക്ക് പോവാൻ, 5ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നവൻ
ഇനിയും വളരാൻ. അഞ്ചോ കഴിഞ്ഞ് ഞാൻ വളർന്നു വളരെ ഹൈലി സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ ചുറ്റുപാട് നോക്കിയിട്ടാണ് പറയുന്നത്. അല്ല, ഇതിന്റെ അപ്പുറത്ത് വളരാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. 3 കാര്യങ്ങൾ എഴുതുക. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കയ്യിൽ പെട്ടിയിൽ പണത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എഴുതി സർ. പ്രോഫിറ്റ് എന്താ? യെസ്, എഴുതി പിടിക്കാൻ മിട്ടമിട്ടക്കാൻ. 3 കാര്യങ്ങൾ എഴുതിയോ? ശരി, ക്ലിയർ. അപ്പോ അടുത്തത് സ്കെയിലബിലിറ്റി. നിങ്ങളുടെ കമ്പനി വളരാൻ ഈ പറഞ്ഞ SOP, സിസ്റ്റം, സ്റ്റാൻഡർഡൈസേഷൻ, സീറോ വേരിയേഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഇപ്പോൾ നിൽക്കുന്ന മാർക്കിൽ നിന്ന് സ്കെയിലബിൾ ആവാൻ, അടുത്ത ലെവലിലേക്ക് പോവാൻ എന്ത് കാര്യങ്ങൾ, 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, സ്കെയിലബിൾ, വളർച്ച. സനീഷ് കട്ടക്കാലോക്കി 3 പോയിന്റ്. ആ 3 പോയിന്റ് സ്കെയിലബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം? 3 പോയിന്റ് എഴുതിയോ? സ്കെയിലബിലിറ്റി ഉദ്ദേശിച്ചത് വളർച്ച, എക്സ്പാൻഷൻ. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ഞാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. താങ്കൾ ടീമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. നമുക്ക് വയനാട്, കോഴിക്കോട് മാത്രം പോരാ, നമുക്ക് പാലക്കാടും, തൃശ്ശൂരും, എറണാകുളത്തും, തിരുവനന്തപുരത്തും വേണം. അതിന് നമുക്ക് എന്ത് വേണം? സ്റ്റാൻഡർഡൈസേഷൻ വേണം, സീറോ വേരിയേഷൻ വേണം എന്ന് ഞാൻ പറയാറില്ലേ? അതാണല്ലോ നമ്മളിനി മെന്റർഷിപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള 52 ആഴ്ച നമ്മൾ എങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ ബിസിനസ്സിനെ 3 ഇരട്ടി ആക്കാമെന്നുള്ളതാണ്. 50% വളർച്ച ഉണ്ടായപ്പോ തന്നെ സനീഷി ഹാപ്പി ആയി. ഓക്കെ, ജസ്റ്റ് നമ്മൾ പറയാം, ഇവിടെ ഇരിക്കുന്നവരുടെ മറ്റുള്ളവരുടെ നെഞ്ചത്ത് കൂടി അടിക്കട്ടെ നമ്മള്. 50% ഉണ്ടായപ്പോ താങ്കൾ ഹാപ്പി ആയി. അപ്പൊ താങ്കൾ ഈ 3 ഇരട്ടി എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം ഹാപ്പി ആവും ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ ഏറ്റവും അൾട്ടിമേറ്റ്ലി കിട്ടാൻ പോകുന്നത് എന്തറിയോ? അന്നത്തെ ദിവസം നിങ്ങൾ ഫ്രീ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല. തിരുവനന്തപുരത്ത് പോയിട്ട് കോഴിക്കോട്ട് നിന്ന് താങ്കൾ എന്ത് ചെയ്യാനാണ്? അവിടെ ടീം ഉണ്ടാവണം. 3 ഇരട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോട്ട് നിന്ന് ബിസിനസ് കയറ്റാൻ പറ്റില്ല, നമുക്ക് കണ്ണൂര് കയറ്റാൻ പറ്റില്ല. എഴുതിയോ? അപ്പൊ 3 പോയിന്റുകൾ എഴുതിയോ? 3 പോയിന്റുകൾ എഴുതിയപ്പോ എന്ത് തോന്നുന്നു മല്ലയ്യ? രാഹുലെ എഴുതിയോ? അവരെ ഓടി വീഡിയോ പറ്റിട്ട് ഉറങ്ങാണോ രാവിലെ ഇരുന്നിട്ട്? കണ്ടൊക്കെ ആകെ ഇതിരിക്കുന്നു, ഉറങ്ങിയില്ല രാത്രി? ഓക്കെ, അപ്പോ 3 പോയിന്റ് വളർച്ച. എനിക്ക് അത്ര വലിയ വളർച്ചയൊന്നും വേണമെന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്, എനിക്കറിയാം. അതിന് വാ, ഇത് കൊച്ചിയിൽ വെച്ച് ഞാൻ തീർത്തുതരാം. എഴുതിയില്ലേ 3 പോയിന്റ്? അടുത്തത് എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇന്നോവേഷൻ, ബ്ലൂ ഓഷ്യനും. നിങ്ങളുടെ പ്രോഡക്റ്റിനെ അത്ര പെട്ടെന്നൊന്നും കോപ്പി അടിക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റ് ആണോ? നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ കോമ്പറ്റേറ്റേഴ്സ് എന്ന് കരുതുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കോമ്പറ്റേറ്റേഴ്സ് എന്ന് കരുതുന്ന രീതിയിൽ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണോ നിങ്ങളുടെ പ്രോഡക്റ്റ്? അഥവാ വ്യത്യസ്തമല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു അപ്പർ ഹാൻഡ് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടോ? ഇന്നോവേഷൻ എന്ന് പറയുന്നത് പുതിയ പ്രൊഡക്റ്റ് ആണോ? പുതിയ ട്രെൻഡിനനുസരിച്ച്, ഇന്നത്തെ തലമുറയ്ക്ക് അനുസരിച്ച്, പുതിയ കസ്റ്റമറെ കണ്ടുപിടിക്കുന്നതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണോ? ഇന്നോവേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആ ഇന്നോവ കാറിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇന്നോവ കാർ എന്താണ്? ഇന്നോവ കാർ അന്ന് വരെ ഉണ്ടായിരുന്ന കാറുകളെ ടൊയോട്ട കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ കൊണ്ടുവന്നപ്പോൾ ആളുകൾ ആദ്യം വിചാരിച്ചത് എന്താ സംഭവം? ഇന്ന് റോഡിൽ ഇന്നോവ ഇല്ലാത്ത ഒരു റോഡ് പോലും ഇല്ല, അല്ലേ?
ഇപ്പോഴും ഏതൊക്കെ SUV കാറുകൾ വരും, പക്ഷെ ഇന്നോവ, ഞാൻ ആ വേർഡ് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. ഇന്നോവേഷൻ, അങ്ങനെ ആയിരിക്കണം ഇന്നോവേഷൻ, എല്ലാ കസ്റ്റമർക്കും വാങ്ങാൻ പറ്റുന്നത്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു ചോദ്യം തരട്ടെ, ഇന്ന് ഉത്തരം നാളെ കണ്ടുപിടിച്ച് തന്നാൽ മതി. ഒരു ചോദ്യം തരട്ടെ. നമ്മുടെ കേരളത്തില് 3-3.5 കോടി ജനങ്ങളുണ്ട്, ഉണ്ടല്ലോ, 3.5 കോടി ജനങ്ങളുണ്ട്. ഓക്കെ, എല്ലാ ആളുകൾക്കും ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. എല്ലാ ആൾക്കാർക്കും ആവശ്യമാണ് പ്രോഡക്റ്റ്. ഓക്കെ, പക്ഷെ ആ ആളുകൾ മുഴുവൻ അത് നമ്മുടെ കയ്യിൽ നിന്നേ വാങ്ങാൻ പാടും. അതായത് നമുക്കൊരു മോണോപ്പൊളി വേണം. സിംഗിൾ ടൈം വാങ്ങിയാലും മതി, അല്ല എഗെയിൻ ആൻഡ് എഗെയിൻ വാങ്ങാൻ കുഴപ്പമില്ല. സിംഗിൾ ടൈം ആണെങ്കിലും എഗെയിൻ ആൻഡ് എഗെയിൻ ആണെങ്കിലും ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഇവിടുത്തെ ഇരിക്കുന്ന എല്ലാവരും വാങ്ങണം, 3.5 കോടി ജനങ്ങൾ വാങ്ങണം എന്ന് തോന്നുന്ന ഒരു പ്രൊഡക്റ്റ്. ഒരൊറ്റ രൂപ ലാഭം മതി. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയണേ, എനിക്ക് പുതിയ ബിസിനസ് തുടങ്ങാം. ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. പൊറോട്ട എന്ന് പറഞ്ഞിട്ട് വരരുത് കേട്ടോ, ഓടിച്ചിട്ട് ഞാൻ അടിക്കും. നാളെ ഞാൻ ഈ ചോദ്യം വീണ്ടും ചോദിക്കും. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന മൂന്നാമത്തെ കാര്യം ഇന്നോവേഷൻ. ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, നമ്മുടെ കസ്റ്റമറെ കൂടുതൽ കസ്റ്റമറിലേക്ക് എത്താൻ കസ്റ്റമർക്ക് എന്നും വേണം ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന അഡോപ്ഷൻ കർവ് എന്ന് പറയും. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ്, നമ്മൾ ഗ്രോയിങ് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ്, ഡിക്ലൈൻ സ്റ്റേജ്, ഇങ്ങനെയാണ് ഒരു ഗ്രാഫാണ് അഡോപ്ഷൻ കർവ്. ആ കർവില് പാർട്ണറാക്കുമെന്നോ അതില്ല. ആഹാ, അതിനിടെ കൂടെ പണിതുകൊണ്ടിരിക്കുക. ഞാൻ സിംഗിൾ ആയിട്ട് ഞാൻ ചെയ്യും കച്ചവടം, പിന്നെ ഓരോ ഉറുപ്പ്യ ലാഭമുള്ളൂ, അതിൽ പകുതിരിക്കാൻ പറ്റില്ല. അപ്പോ സിമ്പിൾ ഇത്രേ ഉള്ളൂ. ആ അഡോപ്ഷൻ കർവിൽ സ്റ്റാർട്ടിങ്ങിൽ ഗ്രോയിങ് സ്റ്റേജിൽ നിൽക്കുന്ന, സ്റ്റാർട്ടിങ്ങിലോ ഗ്രോയിങ്ങിലോ ഐദർ വി ഹാവ് ടു ബി ഫസ്റ്റ് മൂവർ ഓർ വി ഹാവ് ടു ബി ഫാസ്റ്റ് മൂവർ. ഒരു പ്രൊഡക്റ്റിന്റെ ഫസ്റ്റ് മൂവർ ആവുക അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവർ ആവുക. ഫസ്റ്റ് മൂവർ ആയിക്കഴിഞ്ഞാൽ മാത്രം പോരാ, അപ്പുറത്തുള്ള കോപ്പി അടിക്കുന്നതിന് മുന്നേ ഫാസ്റ്റ് മൂവർ ആവുക, അവനേക്കാൾ മുന്നേ ഒരുപാട് മുന്നേ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നോവേഷൻ. നമ്മൾക്കെതിരെ കോമ്പറ്റേറ്റ് ചെയ്യാൻ, നമ്മളെ കോമ്പറ്റേറ്റ് ചെയ്യാൻ ഒരാളും പാടില്ല. ഞാൻ ഇന്നലെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അപ്പോ അതിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് 1, 2, 3, 4, 5 എത്ര മാർക്കാണ്? അല്ല, നമ്മൾ മോശമാണ് നിൽക്കുന്നത്, ബാഡ്, വെരി ബാഡ് ആണെങ്കിൽ ബാഡ് ആവാൻ എന്ത് ചെയ്യണം? ബാഡിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? 3 പോയിന്റ് എഴുതുക. 3 പോയിന്റ്, അടുത്ത ലെവലിലേക്ക് പോകാനുള്ള 3 പോയിന്റ് എഴുതുക. സെറ്റാണോ? ആർക്കെങ്കിലും ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ടോ? കൂടും, ഹാർട്ട് റേറ്റ് കൂടും. ഞാൻ കൈ പൊക്കുന്നത് പ്രതീക്ഷിച്ചതാ. പേര് ഇവിടെ പറയണേ, പലരും കണ്ടിട്ടില്ല, അതുകൊണ്ടാ. ഓക്കെ, എഴുതിയാ? ശരി, നമ്മൾ 4ാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നു. എൻട്രി ബാരിയർ. എന്താണ് എൻട്രി ബാരിയർ? എന്നാൽ നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ചില്ല. നിങ്ങൾ ആമസോണിനെ കണ്ടിട്ടുണ്ടോ? ആമസോണിൽ ചില എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റുകൾ സെല് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവിടെ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങള് സ്റ്റുഡിയോയില് പോയിട്ടുണ്ടോ? സ്റ്റുഡിയോയിൽ ചില എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റുകൾ ഉണ്ട്, അവിടെ മാത്രമേ ഇത് കിട്ടുള്ളൂ. നിങ്ങൾ മാക്ഡൊണാൾഡ് പോയിട്ടുണ്ടോ? അവിടെ ഒരു ഐസ്ക്രീം കിട്ടാണ്. ലുലുലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാം, MC-യില്. മാക്ഡൊണാൾഡ് പോയിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് അവിടെ മാത്രമേ കിട്ടുള്ളൂ, എക്സ്ക്ലൂസീവ് ആണ്. എന്താണ്? അവരുടെ ആ ബിസിനസ്സിലേക്ക് വേറൊരാൾക്കും പ്രവേശിക്കാൻ പറ്റില്ല. അവരുടെ ആ ബിസിനസ്സിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ബ്രാൻഡിന്റെ ഗുണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പേറ്റന്റ് ഉണ്ടായിരിക്കാം. ചില പ്രൊഡക്റ്റുകളിൽ പേറ്റന്റ് ഉണ്ടായിരിക്കാം,
ചില ആളുകൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സർവീസും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പും ഉണ്ടായിരിക്കാം. ഇതൊക്കെ ഇതിന് കാരണമാണ്. അപ്പോ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ആ ഒരു പരിധിയിലേക്ക്, മറ്റേ നന്ദന സിനിമയില് മറ്റേ അഗസ്റ്റിൻ പറഞ്ഞ പോലെ എന്റെ പരിധിയിലേക്ക് ഒരാള് വേറെ ആരും കടന്നു വരാതെ നോക്കുക. അതുപോലെ നിങ്ങളുടെ പരിധിയിലേക്ക് മുനീർ ഭായി വിചാരിക്കുക ഞാനിപ്പോ ആരുടെയിലേക്ക് ഇടിച്ചു കയറുന്ന ചിരിക്കുകയാണ്, അപ്പോഴാണ് വേറൊരുത്ത എന്റെയിലേക്ക് ഇടിച്ചു കയറുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇതാണ് ഇപ്പൊ അവസ്ഥ. നമ്മൾ എപ്പോഴും എക്സ്ക്ലൂസീവ് ആവണം. എക്സ്ക്ലൂസീവ് ആണ്. ശ്രീജിത്തിന്റെ അടുത്ത് കിട്ടുന്ന പരിപാടി വേറെ എവിടെയെങ്കിലും കിട്ടുമോ? സത്യം പറ. മേ ബി കണ്ടന്റ് കിട്ടുന്നുണ്ടായിരിക്കും, പറയുന്ന ചിലപ്പോ ചില കാര്യങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കാം. ചിലപ്പോ എന്താ പറയാ, നമ്മുടെ സ്ലൈഡുകൾ ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ശ്രീജിത്ത് സംസാരിക്കുന്നതും ശ്രീജിത്ത് കൊണ്ടുപോകുന്നത് ട്രെയിനിങ്ങും കാര്യങ്ങളും ശ്രീജിത്തിന്റെ അടുത്തല്ലേ കിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഞാൻ എക്സ്ക്ലൂസീവ് ആണ്. എന്റെ രീതി, എന്റെ സ്റ്റൈൽ, ഏൻ സ്റ്റൈൽ, തനി സ്റ്റൈൽ. ഈ ലെവലിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ ബിസിനസ്സിന് പറ്റിയിട്ടുണ്ടോ? അവിടെയാണ് പേഴ്സണൽ ബ്രാൻഡ്. അതാണ് പേഴ്സണൽ ബ്രാൻഡ്. ഇന്നും എന്റെ കമ്പനിയുടെ പേര് പലർക്കും അറിയില്ല, പക്ഷെ ശ്രീജിത്തിനെ അറിയാം. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിൾ. പേഴ്സണൽ ബ്രാൻഡ്. എക്സ്ക്ലൂസീവ് ആവാൻ ഇതിൽ ഏറ്റവും നല്ലത് സിറാജിന്റെ ബിസിനസ്സിൽ സിറാജ് എക്സ്ക്ലൂസീവ് ആവണമെങ്കിൽ റിയൽ എസ്റ്റേറ്റുകാരെ മൊത്തം പൊളിച്ചടുക്കിയിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പറ്റുമോ? നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുന്ന ഒരാളുകളുണ്ട്. അവിടേക്ക് വേറെ ഒരാൾക്കും വരാൻ പറ്റില്ല. അതിലേക്ക് ഒരാൾ വരാൻ പറ്റില്ല. ഇൻഡിവിജ്വലി ബിസിനസ് കൊണ്ടുപോകുന്നവരോടാണ് ഞാൻ പറയുന്നത്. എന്നാൽ പ്രൊഡക്റ്റ് വൈസ് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്പർ 1. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്ന, അതിലേക്ക് വേറൊരാൾ വരാത്ത രീതിയിൽ ഇരിക്കുന്ന കുറച്ച് പേര് അതിൽ വേണം നിർബന്ധമായിട്ടും. അതിന് വരാൻ പറ്റില്ല. ഒരിക്കലും പുറത്തുനിന്നുള്ള കോമ്പറ്റേറ്റേഴ്സിന് ഒരിക്കലും അതിന്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റില്ല. ഇപ്പൊ പിങ്കി കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, സാറ് ഹോട്ടൽ ബിസിനസ് തുടങ്ങിയാൽ എങ്ങനെയിരിക്കും? ഹോട്ടൽ ബിസിനസ് തുടങ്ങിയ ഒറ്റ കുഴപ്പമുള്ളൂ, മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡും നിങ്ങൾ ഹോട്ടൽ ബിസിനസ്സിൽ ഉപയോഗിക്കരുത്. കാരണം അതിന്റെ നല്ല വശങ്ങളും മോശം വശങ്ങളും ഇവിടുത്തെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. നമ്മുടെ കഫേ കോഫിയുടെ പോലെ തന്നെയാണ്, പക്ഷെ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അതിന്റെ പേര് ഞാൻ വിട്ടുപോയി. പുള്ളി എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം കഫേ കോഫിയുടെ അല്ലെങ്കിൽ കോഫി ഷോപ്പ് നടത്തുന്നു. അതിനപ്പുറത്ത് അതൊരു വർക്ക് സ്പേസ് ആണ്. ഇപ്പൊ കഫേ കോഫിയുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കല്ലോ. കഫേ കോഫിയുടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ആളുകൾ രാവിലെ തൊട്ട് വന്നിരിക്കും. അവിടെ നിന്ന് ആരും എഴുന്നേറ്റ് പോകാൻ പറയില്ല. ഇന്റർനെറ്റ് സൗകര്യം ഉണ്ട്. ഇടയ്ക്ക് ഓരോ കോഫി കുടിക്കാം, ആളുകൾക്ക് ഇരുന്ന് സംസാരിക്കാം. ഒരാളും എഴുന്നേറ്റ് പോകാൻ പറയില്ല. ശരിയല്ലേ? അതാണ് കഫേ കോഫിയുടെ അടുത്ത പ്രത്യേകത. നമ്മുടെ മീറ്റിംഗ്സുകളൊക്കെ മാക്സിമം, ഞാനൊക്കെ മീറ്റിംഗ്സുകൾ കഫേ കോഫി, കൊച്ചിയിലാകുമ്പോൾ കഫേ കോഫിയുടെ വെച്ചിട്ടാണ്. നമ്മുടെ കലൂര് കഫേ കോഫിയുടെ നമ്മുടെ ഒരു CCD ആണ് നമ്മുടെ ഒരു മെയിൻ ഏരിയ. അവിടെ കസ്റ്റമറോ നമ്മുടെ ആൾക്കാരോ വരുന്നു, നമ്മൾ സംസാരിക്കുന്നു, ഒരു കോഫിയോ ഒരു എസ്പ്രസോ എന്തോ പറയുന്നു, കപ്പച്ചിനോ പറയുന്നു, നമ്മൾ കുടിക്കുന്നു, നമുക്ക് ഇഷ്ടം പോലെ സംസാരിക്കാം. ഓക്കെ, അതൊരു ഓൾറെഡി സെറ്റ് ചെയ്തു. അതാണ് ബിസിനസ് കഫേ എന്ന് പറയുന്ന മോഡലിൽ അവിടെ ആളുകൾ സെറ്റ് ചെയ്തു. ആര് സെറ്റ് ചെയ്തു? ഈ പറയുന്ന CCD തന്നെ സെറ്റ് ചെയ്തു. അപ്പൊ അതിനെ കോപ്പി അടിച്ചിട്ട് ഒരുപാട് ബിസിനസ് കഫേകൾ വന്നു. ഓക്കെ, പക്ഷെ ഞാൻ കണ്ട ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ വർക്ക് സ്പേസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയാ, കോ വർക്കിംഗ് സ്പേസ്. ഈ കോ വർക്കിംഗ് സ്പേസ് തന്നെ ഒരു കോഫി ഷോപ്പാണ്. ഒരു കമ്പനി മൊത്തം ഒരു കോ വർക്കിംഗ് സ്പേസിൽ വർക്ക് ചെയ്യാം. എങ്ങനെ ഉണ്ടായിരിക്കും? ഞാൻ കണ്ടുകൊണ്ടിരുന്നതാ. ഇവിടെ വലിയ ഓഫീസാണ്, അവർക്ക് അത്യാവശ്യം വലിയതാണ്. കോഫി കാര്യങ്ങളൊക്കെ കിട്ടും. ഓരോരോ ഏരിയയിലും 3-4-5 പേരിരുന്ന് സംസാരിക്കുന്നു, ഒരു വർക്ക് ചെയ്യുന്നു. അതൊരു കമ്പനിയാണ്. ഇവര് ചിലര് ലാപ്ടോപ്പ് എടുത്തിട്ട് വേറെ ഏതെങ്കിലും മുക്കിൽ പോയിരിക്കുന്നു, അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. ഡിഫറെന്റ് ചെയേഴ്സ് ഉണ്ട്. ഇനി അവിടെ തന്നെ ഇരുന്ന് സിഗരറ്റ് വലിക്കേണ്ടവർക്ക് അപ്പുറത്ത് കാപ്പി കുടിച്ച് സിഗരറ്റ് വലിക്കാൻ ഒഴിഞ്ഞ സ്പേസ് ഉണ്ട്, മീൻസ് ഗ്ലാസ് ഒന്നും ഇല്ലാത്ത സ്ഥലമുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റ് ചെയ്തിട്ട് അതൊരു എൻട്രി ബാരിയർ അല്ലെ. പെട്ടെന്ന് കോപ്പി അടിക്കാൻ പറ്റില്ല. കോപ്പി അടിക്കാം, ആളുകൾ വേണമെങ്കിൽ കോപ്പി അടിക്കാം, പക്ഷെ പെട്ടെന്ന് അതൊരു എൻട്രി ബാരിയറാണ്. അതൊരു എക്സ്ക്ലൂസീവ് സാധനമാണ്.
പറഞ്ഞ അർത്ഥം മനസ്സിലായോ ഞാൻ പറയുന്നത്? അപ്പോ അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ ചിന്തിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് വേറൊരുത്തരെ കൊണ്ടുവരാതിരിക്കാൻ എന്ത് ശ്രമിക്കുക, എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ ഞാൻ ഉദാഹരണം പറയും. ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരെ ഞാൻ എടുക്കാം. മുനീർ ഭായ്, താങ്കളുടെ ബിസിനസ്സിന് ആർക്ക് വേണമെങ്കിൽ കോപ്പി അടിക്കാം. ജീവൻ സാറ് കോപ്പി അടിക്കാം, പിങ്കി കോപ്പി അടിക്കാം, സനീഷി ഓൾറെഡി കോപ്പീഡ് ആണ്, ബൈജു ഭായ് കോപ്പീഡ് ആണ്, രാഹുൽ ഭായ് കോപ്പീഡ് ആണ്, സിറാജ് യെസ്, എത്രയോ ആൾക്കാർ, അമ്പിളി യെസ്, ഇവിടെ ഇരിക്കുന്ന സോണിച്ചേട്ടൻ, രാമേന്ദ്രേട്ടൻ ഒക്കെ കോപ്പി അടിക്കാം. ശരിയല്ലേ? നിങ്ങളുടെ ബിസിനസ് ഒക്കെ കോപ്പി അടിക്കാൻ പറ്റുന്നത്. ഇതിൽ ആരെങ്കിലും എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ഉണ്ടോ? അവിടെ ഞാൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ പ്രോഡക്റ്റ് ഉണ്ടോ? നമ്മളല്ല കോപ്പി അടിച്ചേ, ഞാൻ കോപ്പി അടിച്ചതാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ കോപ്പി അടിക്കരുത് മനുഷ്യ. നിങ്ങൾ മാസ്റ്റേഴ്സ് ആണ് കോപ്പി അടിക്കുന്നത്. ലെജൻസ് സ്റ്റീൽ ഇറ്റ്, അടിച്ചു മാറ്റണം മൊത്തത്തിൽ. ഇതായിരിക്കുന്നു എന്റെ മെന്ററെ മൊത്തത്തിൽ അടിച്ചു മാറ്റിയ മനുഷ്യൻ. അത്രേ ഉള്ളൂ, മൊത്തത്തിൽ അടിച്ചു മാറ്റി. ഞാനത് പുള്ളിയുടെ മുന്നിൽ പുള്ളിയുടെ സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ്. അവിടെ ഇരിക്കുന്നവരൊക്കെ മറ്റേ ഇവൻ ആരടപ്പാന്ന് വിളിച്ചു ഞാൻ. പക്ഷെ അതേപടി ഒരു സംഭവം, ഒരു ചെറിയ സാധനം വരെ വ്യത്യാസമില്ല. നമ്മൾ അടിച്ചു മാറ്റിയത് അതിലൊന്നും മാറ്റി, അതൊന്നും പഠിക്കണ്ട. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളുടെ ഇതിലേക്ക് നമ്മൾ സ്കോപ്പ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ വേലി കെട്ടണം. ആ വേലിയിലേക്ക് ഒരാൾ കയറി വരരുത്. അതാണ് നമ്മുടെ പോളിസി. രാമേന്ദ്രേട്ടൻ പുതിയ സോഡയിൽ ഒരു പുതിയ പ്രോഡക്റ്റ് കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് അതിന് പാറ്റന്റ് എടുക്കും. നിങ്ങൾ പറഞ്ഞു ഞാനാണ് ഗോലി സോഡ കൊണ്ടുവന്നത്, അത് കഴിഞ്ഞിട്ട് വേറെ പലരും കൊണ്ടുപോയിന്ന്. അന്ന് പാറ്റന്റ് എടുത്ത് വെച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അന്ന് ബ്രാൻഡ് ആക്കിയിരുന്നെങ്കിലോ? ഇന്ന് രാമേന്ദ്രേട്ടന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ അറിയോ? രാമേന്ദ്രൻസ് ഗോലി സോഡ, ഇതേ നടക്കൂ. അതിൽ വേറെ ആർക്കും കയറി വരാൻ പറ്റില്ല. കാരണം രാമേന്ദ്രൻ, ഈ രാമേന്ദ്രൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഗോലി സോഡയിലേക്ക് ആൾക്കാർ കയറി വരാം. രാമചന്ദ്രൻസ് ഗോലി സോഡ, അതിലേക്ക് ആർക്ക് കയറി വരാൻ പറ്റും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് രാമേന്ദ്രേട്ടൻ പേഴ്സണൽ ബ്രാൻഡ് ആവണം. പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ഇതാണ് നമ്മൾ എൻട്രി ബാരിയർ. ഇപ്പോഴത്തെ രീതിയിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ് നിങ്ങൾ എൻട്രി ബാരിയറിൽ, അതായത് ഒരു പോയിന്റ് ആണെങ്കിൽ ആർക്കും എപ്പോഴും കയറി വരാം. അതാണ് ആദ്യത്തത്. 2, ആൾക്കാർക്ക് കയറി വരാം, പക്ഷേ ചില കാര്യങ്ങൾ. 3, അത്ര പെട്ടെന്നൊന്നും കയറി വരാൻ പറ്റില്ല, എന്നാൽ ശ്രമിച്ചാൽ കയറി വരാം. 4, ഒന്ന് ശ്രമിക്കുന്നവന്, കുറച്ച് കഠിന പ്രയത്നം ഇടുന്നവന് മാത്രമേ കയറി വരാൻ പറ്റൂ. 5, ഒരിക്കലും കയറി വരാൻ പറ്റില്ല. 5 പോയിന്റ് 5 പോയിന്റ് അവസ്ഥ എന്തായിരിക്കും? ഓക്കെ, എൻട്രി ബാരിയർ എഴുതിയോ? അതിൽ 3 പോയിന്റ് നിങ്ങളുടെ പ്രോഡക്റ്റ്, ഇപ്പൊ ഞാൻ രാമേന്ദ്രനോട് പറഞ്ഞ പോലെ, നിങ്ങളുടെ പ്രോഡക്റ്റ് അടുത്ത ലെവലിലേക്ക് പോവാൻ 3 പോയിന്റ്. മുനീർ ഭായ്, അത് പുക തന്നെയാണോ വരുന്നത്, അതോ ചെവിയുടെ ഉള്ളിൽ കൂടെ വരുന്നത് പുക തന്നെയാണോ? ഇവിടെ നോക്കുമ്പോ അങ്ങനെ പുകയണ പോലെ തോന്നുന്നു. ചെവിയുടെ ഉള്ളി തല പുകയുന്നത് പുറത്തേക്ക് വരുന്നതാണോ? ഓക്കെ, ശരി. 5-മത്തെ സാധനം, 5-മത്തത് ദ ടീം. ഇവിടെ എത്ര പേർക്ക് ടീമുണ്ട്? എത്ര പേർക്ക് ഇവിടെ ടീമുണ്ട്? ആ ടീമുള്ളവരൊക്കെ ഒന്ന് എസ് എനിക്കൊന്ന് അറിയണം. 30 പേര് ഇവിടെ അറ്റൻഡ് ചെയ്യുന്നതിൽ 28 പേര് അറ്റൻഡ് ചെയ്യുന്നവരിൽ എത്ര പേർക്ക് ടീമുണ്ട്? അജ്മൽ, നോ. ഓക്കെ, യെസ്, 3, 4, 5. ടീമിൽ മിനിമം ഒരാൾ അധികം വേണം. അത്രേ ഉള്ളൂ. നിങ്ങളുടെ അപ്പുറത്തുള്ള നിങ്ങൾക്ക് പറഞ്ഞ കേൾക്കുന്ന ഒരാളെങ്കിലും വേണം. 3 ആളുണ്ടെങ്കിൽ പിന്നെ യെസ് അല്ലേ മനുഷ്യ, ടീമല്ലേ? ചേട്ടാ, നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ ചോദിച്ചാൽ എത്ര എണ്ണം വേണമെന്ന് ചോദിക്കുമോ? ഇല്ലല്ലോ. ഭാര്യ ഒന്ന് പോരെ. കാമുകി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എത്ര എണ്ണം വേണമെന്ന് ചോദിക്കാം. കേക്കണ്ട അപ്പുറത്ത്. ഞാൻ തിരിഞ്ഞു നോക്കുക. ഞാൻ അവന്റെ പേര് പറയാതിരുന്നു. യെസ്.
ഓക്കെ, നോ. എന്താണ് ബാക്കിയുള്ളവർക്ക് ഒന്ന് കൈയൊന്ന് അനങ്ങിയിട്ട് ചാറ്റ് ഇടാൻ വേണ്ടി പറ്റില്ല, ഒഴിവില്ല. എന്താ കിടന്നുറങ്ങണേ, ബെഡ്റൂമിൽ കിടന്നുറങ്ങി, എന്നിട്ട് ഇങ്ങനെ തലയുടെ സൈഡ് വെച്ചിരിക്കുകയാണ് പുറത്തത്. ഓക്കെ, കുറെ പേർക്ക് ടീമുണ്ട്, കുറെ പേർക്ക് ടീമില്ല. എന്റെ ചോദ്യത്തിലേ ഉള്ളൂ, നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ടീം എന്തിനാണ്? നിങ്ങൾ ചിന്തിക്കുന്ന രീതിയെ എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ടീം. നിങ്ങളുടെ ബിസിനസ് സൊല്യൂഷൻ, നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കാൻ പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സൊല്യൂഷൻ നിങ്ങളോടൊപ്പം ചേർന്ന് കസ്റ്റമർക്ക് കൊടുക്കാൻ റെഡി ആവുന്ന ആളുകളാണ് ടീം. Am I right? ഈ ടീം നിങ്ങളോടൊപ്പം നിന്നിട്ട് വെരി ബാഡ് എന്നുള്ള കണ്ടീഷനിലാണോ നിൽക്കുന്നത്, ഹൈലി സാറ്റിസ്ഫൈഡ് എന്നുള്ള കണ്ടീഷനിലാണോ നിൽക്കുന്നത്, അതോ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആണോ നിൽക്കുന്നത്? നിങ്ങളിടുന്ന മാർക്ക് 1 മുതൽ 5 വരെ. ടീമുണ്ട്, ടീം നല്ല രീതിയിൽ ചെയ്യുന്നു, വളരെ നല്ല രീതിയിൽ ചെയ്യുന്നു, കുഴപ്പമില്ല, മോശമാണ്, തീരെ മോശമാണ്. പോയിന്റ് മനസ്സിലായല്ലോ? ഇട്ടോ, പോയിന്റ് ഇട്ടോ. ടീമിലെ ഓരോരുത്തരുടെ പെർഫോമൻസ് നിങ്ങൾ വേണേ പോയിന്റ് ഇട്ടോ. ടീമിനെ മൊത്തത്തിൽ നിങ്ങൾ എടുത്തോ. ടീമിലെ ഓരോരുത്തരുടെ പെർഫോമൻസ് നിങ്ങൾ എടുത്തോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് ഇടണം. ഓരോന്നിനും മാർക്ക് ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. അറിയാൻ പറ്റും. ടീം എന്ന് പറയുമ്പോ എനിക്ക് മുകളില് എന്റെ യൂണിറ്റ് മാനേജർ, എന്റെ ഡിവിഷൻ മാനേജർ, എന്റെ അതൊന്നുമില്ല. നിങ്ങളുടെ താഴെ ഉള്ളവരെയാണ് ടീം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൽ 1, 2, 3 ടീമിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് 1, 2, 3 3 പോയിന്റ്. ഇന്നലെ ഉമർ ഫാറൂഖ് ജി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല്, ഇന്നലെ ഇവിടെ നമ്മൾ പുള്ളിയെ മാത്രമല്ല അതിനുള്ള വെണ്ടർഷിപ്പിനുള്ള പേയ്മെന്റ് ഇട്ട് നിങ്ങളൊക്കെ കണ്ടതാ. അതിനുശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ടീമിന് ട്രെയിനിങ് വേണം 17-ാം തീയതി പാലക്കാട് വെച്ചിട്ട്. അപ്പൊ ഞാൻ ഇത്തവണ യാത്ര ചെയ്യുന്നത് കൊച്ചി നാട്ടിലേക്ക് വരുന്നു, 10-ാം തീയതി കയറുന്നു, 11, 12 തൊട്ടിട്ട് 11-ാം തീയതി തൊട്ടിട്ട് 17-ാം തീയതി വരെ. അതിലെന്തുണ്ടായി? അടുത്ത ലെവലിലേക്ക് ഫാറൂഖ് ജിക്ക് പോകണം, ഫാറൂഖ് ജിയുടെ ടീമിനും പോകണം. പുള്ളി മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ, പുള്ളിയുടെ ടീം ഒപ്പം നിൽക്കണം. സോ പുള്ളിയുടെ ടീമിന്റെ സെയിൽസ് ട്രെയിനിങ് പുള്ളി ബുക്ക് ചെയ്തു. ഇവിടെ താമരയുണ്ട്, താമരയുടെ ടീം. താമര ബിസിനസ്സുകാരുടെ ഒരു യങ് ഓൺടർപ്രണേഴ്സിന്റെ ഒരു ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, താമര എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാരി വാല്യൂസ് കോളേജില് 16-ാം തീയതി മാറി വാല്യൂസ് കോളേജില് ഒരു ബിസിനസ് സെഷൻ. അവിടെ ഇരിക്കുന്ന പുതുതലമുറയോട് ബിസിനസ്സിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് കടന്നു വരണം എന്ന് പറയുന്ന പ്രോഗ്രാം. 15-ാം തീയതി നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. 15, 16, 17. ഇന്നലെ ഈ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ ഫൈസൽ ഭായി എനിക്ക് മെസ്സേജ് അയച്ചു, ഐ വാണ്ട് ടു മീറ്റ് യു. 13-ാം തീയതി കൊച്ചിയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ എന്തിനറിയോ? നമ്മളും വളരണം, നമ്മുടെ ടീമും വളരണം. നമ്മൾ വളർന്നപ്പോ ജീവൻ സാർ വളരെ ഡെയിലി രാവിലെ ഇരുന്ന് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഉഷാറായിട്ട് ചെല്ലണ സമയത്ത് അവിടെ അങ്ങനെ ആടിക്കുഴഞ്ഞിരിക്കണ്ടാവും. സാറേ മഴയൊക്കെയാ എന്നൊക്കെ പറഞ്ഞിട്ട് ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന ടീമാണെങ്കിൽ ഈ എനർജിയും കൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ വെറുതെ നടക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യണം, ആ ടീമിനെ വർക്കൗട്ട് ചെയ്യണം. വേണ്ടേ? ആ ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോ ഇതാണ് ഒരു സെറ്റപ്പ്. എനിക്ക് പെട്ടെന്നൊരു ഐഡിയ വന്നു. ഇതിൽ എത്ര പേര് ടീമിന് ട്രെയിനിങ് വേണം അർജന്റായിട്ട്? മെമ്പേഴ്സ് കുറവുള്ള ടീമിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. പിന്നെന്താ, ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പറയും എക്സ്ക്ലൂസീവ് അല്ല, എക്സ്ക്ലൂസീവ് ട്രെയിനിങ് നമുക്ക് വേറെ ചെയ്യാം.
പല ആളുകളുടെയും ടീമിനും പലപ്പോഴും തിരിച്ചറിവില്ല. നമുക്ക് ഇന്ന് എന്താഴ്ച? ബുധനാഴ്ച അല്ലേ? ബുധനല്ലേ? വെനസ്ഡേ അല്ലേ? യെസ്, ഓക്കെ. അപ്പോ നമുക്ക് ഫ്രൈഡേ, ഈ വരുന്ന ഫ്രൈഡേ നിങ്ങൾ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ കൊണ്ടുപോകാം. ഓക്കെ, ആ ടീം ഉണ്ടാക്കാനുള്ള ഹെൽപ്പൊക്കെ ഉണ്ടാക്കും, അതൊക്കെ നമ്മൾ സെറ്റാക്കി തരാം, കൊണ്ട് പോയിരിക്കണ്ട. ഓൾറെഡി മെന്റർഷിപ്പ് എടുത്തില്ലേ, പിന്നെ ഞാൻ എൻ്റെ അല്ലേ തന്റെ കമ്പനി, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, വെള്ളിയാഴ്ച നിങ്ങൾ നിങ്ങളുടെ ടീമിനെയും 6 മണിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഒരു ടീം എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നമുക്കൊരു ഡിസ്കഷൻ നമുക്ക് അവിടെ നടത്താം. എന്താ തോന്നുന്നത് രാമേന്ദ്രേട്ടാ? ബോറാവോ? ഞങ്ങൾ അറ്റൻഡ് കഴിഞ്ഞപ്പോ ടീമിനെ കൂടി കൊണ്ടുവരണം എന്നുള്ളത് ഒരിക്കലും നിങ്ങളെ അവിടെ കളിയാക്കില്ല, നിങ്ങൾ പേടിക്കേ വേണ്ട. ഞാൻ പെട്ടെന്ന് തോന്നിയതാ, വേണമെങ്കിൽ വേണമെന്ന് പറ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അടുത്ത പരിപാടി നോക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നമുക്ക് പോൾ ഇടാം. സിറാജ് ഒരു പോൾ ഓപ്പൺ ചെയ്യും. സിറാജ്, ടീം ട്രെയിനിങ് വേണ്ടവർ, ഫ്രീ ട്രെയിനിങ്, ടീമിനെ മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതിന് ഒരു പോൾ ഇടും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ടീം വെരി സിമ്പിൾ. ആ ടീമിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട 3 കാര്യങ്ങൾ എഴുതിയോ? 5 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. 5 പോയിന്റുകളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മൾ മാർക്ക് ഇട്ടു, ഓരോന്ന് ചെക്ക് ചെയ്തു. കൊളസ്ട്രോള്, BP, ഷുഗർ ഒക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് അതിനുള്ള ഓരോരോ, അതായത് യഥാർത്ഥ മരുന്ന് എഴുതിയിട്ടില്ല. ഷുഗർ കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട 3 കാര്യങ്ങൾ: 1 പഞ്ചസാര കുറയ്ക്കണം, 2 കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കണം, 3 കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കണം. ഈ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല. ഏത് മരുന്ന് എഴുതണം എന്ന് വരെ ഡോക്ടർ പറഞ്ഞിട്ടില്ല കേട്ടോ. അതിന് ഡോക്ടർക്ക് കാശ് കൊടുക്കണം. ഇതിപ്പോ നിങ്ങളാ എഴുതിയത്, നിങ്ങൾ എഴുതുന്നതിന് കാശ് വേണ്ട, ഞാൻ എഴുതുന്നതിന് കാശ് വേണം. എന്തായാലും ഇയാൾ ഈ കാശിനെ കുറിച്ചൊക്കെ എന്താ സംസാരിക്കാൻ തുടങ്ങിയത്? 18ാമത്തെ ദിവസം സംസാരിച്ചു തുടങ്ങിയത് കേട്ടോ. ഓക്കെ, നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ 5 പോയിന്റ്. ഇനി എനിക്ക് അറിയേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ സ്ട്രക്ചർ 3 3 3 3 3 5 പോയിന്റ്, 5 പോയിന്റിൽ 3 15 പോയിന്റ് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്ര സമയം വേണം? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഒന്ന് ചാറ്റ് ഇട്ടേ. 5 പോയിന്റിൽ 3 റെമഡീസ് നിങ്ങൾ കണ്ടുപിടിച്ചു. അതിൽ 15 എണ്ണം ടോട്ടൽ. ആ 15 എണ്ണം നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര സമയം നിങ്ങൾക്ക് ആവശ്യമുണ്ട്? ഒന്ന് ചാറ്റിലേക്ക് ഇട്ട്. 1 മണിക്കൂർ, 2 ദിവസം, 2 മാസം, 4 വർഷം, ദാറ്റ്സ് അപ് ടു യു. എത്ര സമയം വേണ്ടി വരും? ഞാനൊരു കാര്യം ഉറപ്പാണ്, ഇവിടെ മെസ്സേജ് ഇടാത്തവരെ ഒന്നും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം. വലിയ ഡയലോഗ് നടക്കേണ്ട. സാറെ ശ്രീജിത്ത് സാറിന്റെ ക്ലാസ്സിൽ കയറുന്നവരാണ്, ഞാൻ രാവിലെ തൊട്ട് മറ്റേതാ മറിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോ ഓപ്പൺ ആക്കാതിരിക്കാൻ കാരണം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കണ്ടീഷൻ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഇടിച്ചു കുത്തി പറയണമെന്നില്ല, പ്രത്യേകിച്ച് ലേഡീസ് ആയിട്ടുള്ള ആൾക്കാരുടെ. പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉത്തരം പറഞ്ഞുതരണം. 4 മാസം, ഓക്കെ, 1 ഇയർ, ഓക്കെ, 1 + 1 to 2 ഇയർ, ഓക്കെ. ആകെ 3 പേര് മാത്രമേ നിങ്ങളുടെ സമയം. സാറേ ഞാനൊരു യാത്രയിലാണ്, വണ്ടിയിൽ നല്ല ബഹളം, എനിക്ക് അതുകൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നോ പ്രോബ്ലം. അയച്ചാ മതി, നമ്മൾ സംസാരിക്കും. 1 ഇയർ, ഓക്കെ, 1 ഇയർ, 2 months, 3 months. ഇപ്പോ ഇനി നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓക്കെ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആണ് ഞാൻ.
ഈ 1 ഇയർ കൊണ്ട് അല്ലെങ്കിൽ 9 months കൊണ്ട് അല്ലെങ്കിൽ 3 to 4 months കൊണ്ട് എനിക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ, ഈ പറഞ്ഞ 15 കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. സമയം മുനീർ ഭായി ഒക്കെ പറഞ്ഞിരിക്കുന്നത് 1 വർഷത്തിനുള്ളിൽ ഞാൻ നന്നാവും, 1 വർഷത്തിനുള്ളിൽ ഞാൻ നന്നാവും, 1 വർഷത്തിനുള്ളിൽ ഞാൻ 15 കാര്യങ്ങൾ സെറ്റ് ചെയ്യും. ഇഷ്ടംപോലെ സമയം, 365 ദിവസമുണ്ട്. ഇനിയിപ്പോ രസം സംഭവിക്കാൻ പോണം, 364 ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കാണ്ട് കൊരങ്ങൻ വീട് കെട്ടുന്ന പോലെയാണ്. എന്നിട്ട് 365ാമത്തെ ദിവസം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ സാറേ അത് ബുദ്ധിമുട്ടല്ലേ, അത് ഞാൻ ആക്ച്വലി അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അപ്പൊ 1 വർഷം കൂടി അങ്ങട്. ഇതാണ് സംഭവിക്കുന്നത്. ബേസിക്കലി പ്രോക്രാസിനേഷൻ ആണ് സംഭവിക്കുന്നത്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങളോട്, വെരി സീരിയസ്ലി നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, ഇപ്പോ നിങ്ങൾ എഴുതിയ ആ സമയത്തിന്റെ കൃത്യം പകുതി സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ 15 കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാവണം. എന്നാൽ മാത്രമേ ഞാൻ നിങ്ങളെ ബിസിനസ്സുകാരാ എന്ന് വിളിക്കുള്ളൂ, അല്ലെങ്കിൽ വഴിപോക്ക എന്ന് ഞാൻ വിളിക്കും. സീരിയസ്ലി. ഈ പറഞ്ഞ 1 വർഷത്തിന്റെ പകുതി സമയം 6 മാസം, ഈ പറഞ്ഞ 4 മാസത്തിന്റെ പകുതി സമയം 2 മാസം, 1 ദിവസം എഴുതി കഴിഞ്ഞാൽ 1/2 ദിവസം, എത്ര ആയിക്കോട്ടെ, നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ ടൈമിന്റെ പകുതി സമയം കൊണ്ട് ഈ പറഞ്ഞ 15 കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ബിസിനസ് നിർത്തുന്നതാണ് നല്ലത്. നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഞാനതിൽ ഓരോരുത്തരും എടുത്ത് ചോദിക്കുന്നല്ലോ, പലരുടെയും അവസ്ഥ വെരി ബാഡ് അല്ലെങ്കിൽ ബാഡാണ്. ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ആളുകൾ ഇതിൽ 20% പേര് മാത്രമേ ഉള്ളൂ. സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ ഇതിൽ 20% മാത്രമേ ഉള്ളൂ. ബാക്കി 60% ആളുകൾ ബാഡ് ഓർ വെരി ബാഡിലായിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ കണ്ണ് കണ്ടിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ മിണ്ടാത്തത് ആളുകൾ ചില മിണ്ടാത്തത് കൊണ്ടാണ് പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ നോബഡി കാൻ സേവ് യു. നിങ്ങളുടെ ബിസിനസ് നിങ്ങളെ നടത്തുന്നത് നാട്ടുകാർ വന്നൊന്നും സപ്പോർട്ട് ചെയ്യില്ല. നമുക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടെന്നറിയോ, നമ്മളെ വളർത്തിയതാണ്. എന്താ ജനിച്ച മുതൽ അമ്മ, അച്ഛൻ, നമ്മുടെ ബന്ധുക്കര്, അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് വന്നപ്പോ ടീച്ചർമാര് സപ്പോർട്ടിന് വന്നു, അത് കഴിഞ്ഞ് കോളേജിലേക്കൊക്കെ വരുന്ന ടീച്ചർമാരും കൂട്ടുകാരും ഒരുപാട് കൂടി, അത് കഴിഞ്ഞ് ഒരു പരിധി കഴിഞ്ഞപ്പോ നമ്മുടെ ഒപ്പം പാർട്ട്നേഴ്സ് കൂടി, മക്കള് കൂടി, ഇവരൊക്കെ പാടി ബേസിക്കലി നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുക. ബിസിനസ് വളർത്താൻ അത് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ എങ്ങനെയാ നോക്കുന്നത്? നിങ്ങളുടെ മക്കളെ, അവൻ ഭക്ഷണം കഴിച്ചോ, അവൻ പാല് കുടിച്ചോ, അവൻ മൂത്രം ഒഴിച്ചോ, എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കില്ലേ? ഈച്ച് ആൻഡ് എവരിതിങ്. അവൻ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവന്റെ പിന്നിൽ നിങ്ങൾ നിൽക്കില്ലേ? ഒരു പനി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? പനി വന്ന അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവോ? എന്റെ ചോദ്യത. ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും മക്കളുള്ളവരാണ്. പോവോ? കൊച്ചിന് പനി വന്നാൽ നിങ്ങൾ ആ കൊച്ചിനെ ഏതെങ്കിലും ബെഡ്റൂമിൽ ഇട്ടിട്ട് നിങ്ങൾ ഇറങ്ങി പോവോ? അതാണ് ഇപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിനോട്. നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരേ ഒരു സാധനം നിങ്ങളുടെ ബിസിനസ്സാണ്. ആ ബിസിനസ്സിനോട് നിങ്ങൾ പറയാണ്, നീ ഇപ്പൊ മോശം അവസ്ഥയിലല്ലേ, എന്തെങ്കിലും ചെയ്തോ? നമ്മൾ ലിസ്റ്റ് എടുത്തു, ലാബ് ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് വളരെ മോശമായിട്ടിരിക്കുന്നു, വളരെ സീരിയസായിട്ടിരിക്കുന്നു, ആ കണ്ടീഷൻ മോശമാണ്. ഓക്കെ, ശരി, 7 മണിക്ക് ശ്രീജി സാറ് ക്ലാസ് കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഒരിച്ചിരി നേരം കൂടി പോയിട്ട് കടന്നുറങ്ങാം, ഒരു ചായ കുടിക്കാൻ ഒന്ന് കറങ്ങിയിട്ട് വരാം, അടുത്ത പരിപാടിക്ക് പോവും. ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്നു, 2 മാർക്കാണ് നിങ്ങളുടെ ആവറേജ് എങ്കിൽ, ഈ എടുത്തിരിക്കുന്ന 5 കാര്യങ്ങളിൽ ആവറേജ് നിങ്ങളുടെ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിൽ കുറവാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഈ ബിസിനസ് ഇവിടെ നിർത്തിക്കോ, അല്ലെങ്കിൽ അത് വളർത്താനുള്ള പരിപാടി നിങ്ങൾ മാനസികമായി ശാരീരികമായിട്ട് എടുത്തോ. സാമ്പത്തികമായിട്ട് ഞാൻ പറയുന്നില്ല. പലരും സാറേ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് പരിപാടി നടത്താം. മുനീർ ഭായി, ഓഗസ്റ്റ് 15 പരിപാടിക്ക് ശ്രീജിത്ത് കേസ് എത്ര രൂപ ചെലവഴിക്കുന്നുണ്ട്? ഒരു പ്രോഗ്രാം അല്ലേ, ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, പബ്ലിക് പ്രോഗ്രാം അല്ലേ, എത്ര രൂപ ചെലവഴിക്കുന്നുണ്ട്? ഇറ്റ്സ് എ കസ്റ്റമർ ഫണ്ടഡ് പ്രോഗ്രാം. മുനീർ ഭായിയുടെയും രാമേന്ദ്രേട്ടന്റെയും പിങ്കിയുടെ ഒക്കെ പോക്കറ്റിൽ പൈസ കൊണ്ടാണ് ഞാൻ പരിപാടി നടത്തുന്നത്. കസ്റ്റമർ ഫണ്ടഡ്.
ആണോ? ഞാൻ എന്താ ചെയ്തത്? ഞാൻ ചെയ്ത എഫേർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ 18 ദിവസം നിങ്ങളായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു, ഹൃദയം കൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനോട് ഹൃദയം കൊണ്ട് സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കസ്റ്റമർ ഫണ്ടഡ് ആയിട്ട് ₹1 ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് പരിപാടി നടത്താൻ പറ്റും. ഞാൻ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ, നേരിട്ടാ മെസ്സേജ് അയക്കല് പലർക്കും ബിസിനസിന്റെ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ. അപ്പൊ ചിലരും അയക്കുന്ന മെസ്സേജാ എല്ലാം റെഡിയാണ് സാറേ, കാശില്ലാത്ത പ്രശ്നമാണ്. ഞാൻ പറയും ഒരിക്കലും നന്നാവില്ലെന്ന് പറയും, മുഖത്ത് നോക്കിയിട്ട്. കാശാണ് എല്ലാറ്റിനും പ്രശ്നമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇൻവെസ്റ്റ്മെന്റിന് പൈസ ഇല്ല. എടപ്പ ഇൻവെസ്റ്റ്മെന്റിന് പൈസ ഇല്ലെങ്കിൽ അതിനുള്ള പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും? നിങ്ങൾ കക്കാൻ പോകാൻ പറ്റുമോ? ഈ ബിസിനസ് നിന്ന് ഉണ്ടാക്കണമെന്നേ. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നു, നിങ്ങൾ ഇത് പ്രതീക്ഷിച്ചില്ല അല്ലെ? ലാബ് ടെസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അങ്ങ് വിടുന്ന് വിചാരിച്ച്. എന്നാ ഡോക്ടറുടെ അഡ്വൈസ് ആണ്, ഞാൻ പറഞ്ഞു വെച്ചോ. ഒന്നില്ലെങ്കിൽ പരിപാടി നിർത്തുക, അല്ലെങ്കിൽ യു ഹാവ് ടു ഇൻവെസ്റ്റ് ഓൺ യുവർ സെൽഫ് ടു ദിസ് ബിസിനസ്. നിങ്ങൾ ഇറങ്ങിയാൽ മതി ഈ ബിസിനസ് നന്നാവാൻ. വേറെ ഒന്നും വേണ്ട. വീട്ടിൽ മടി പിടിച്ചിരിക്കില്ല, അയ്യോ എന്റെ എന്റെ ബിസിനസ് നന്നാവുന്നില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ തിരക്കാണ്. നോ, നിങ്ങൾ ഇറങ്ങണം. ആ കാര്യത്തിൽ ഞാനതാ ഇവിടെ ഇരിക്കുന്നു. ഞാൻ പറയുന്നു, എന്റെ ബിസിനസ് ഡൗൺ ആവുമ്പോഴാണ് ഞാൻ ചാടി ഇറങ്ങുന്നത്. എന്റെ സ്വഭാവം മോശമാകുമ്പോഴാണ് ഞാൻ ചാടി ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പലരോടും, 21 ദിവസത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ബിസിനസ്സുകാരെ നന്നാക്കുന്നതിലപ്പുറത്ത് ശ്രീജിത്ത് എന്ന ബിസിനസ്സുകാരെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരോടും അല്ലെ, ടെലിഫോണിക്കൽ സംസാരിച്ചപ്പോൾ നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? ഞാൻ ചില കാര്യങ്ങൾ ഉഴപ്പുന്നു കണ്ടപ്പോ ഞാൻ ചാടി ഇറങ്ങി. എന്തിനാ? എന്നോട് ചോദിച്ചു, എത്ര പേര് ചോദിച്ചു, നിനക്ക് പ്രാന്താണോ? ലക്ഷങ്ങൾ ആയിരങ്ങൾ കൊടുക്കുന്ന നിന്റെ ട്രെയിനിങ് 21 ദിവസം നീ ആൾക്കാരോട് സംസാരിക്കാൻ നിനക്ക് പ്രാന്താണോ എന്ന് ചോദിച്ചപ്പോ ട്രെയിനേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ അവരോടൊന്നും ഞാൻ പറഞ്ഞില്ല ആ സമയത്തൊന്നും. പക്ഷെ ഞാൻ പറയുന്നു, ഈ 21 ദിവസം, ഇന്ന് 18ാമത്തെ ദിവസം ഞാൻ പറയുന്നു, എന്തറിയോ, ഈ പരിപാടി നടത്തിയത് ശ്രീജിത്ത് കേസിക്ക് വേണ്ടിയിട്ടാണ്. ഐ വാസ് ഇൻവെസ്റ്റിംഗ് ഓൺ മൈ സെൽഫ്. 5 മണിക്ക് എഴുന്നേക്കാൻ, 5 മണിക്ക് എഴുന്നേറ്റ് പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാൻ, കാര്യങ്ങൾ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാൻ, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കാൻ ശ്രീജിത്ത് കേസ് നടത്തിയ പരിപാടിയാണ്. മറ്റേത് 6 മണിക്കോ 8 മണിക്കോ എഴുന്നേക്കും, ഒരു ചായ കുടിക്കും, ഒന്ന് കറങ്ങി തിരിഞ്ഞു നടക്കും, ഒരു എനർജി ഉണ്ടാവില്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇത് ഊരി വലിച്ചെറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ മൊത്തം വേർതിരിക്കുക. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ സമയത്ത്, സ്കൂട്ടർ ഓടിക്കുന്ന സമയത്ത് ഇട്ടത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവിടെ എഴുതുന്നില്ല. നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഞാനും എന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഇവിടെ എഴുതി വെക്കുന്നുണ്ട് 3 റെമഡീസ് വേർ ഐ ആം നൗ. ഇത് ബോധ്യം വരാത്തവരാണ് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നത്, പിങ്കിയുടെ മോനോ എനിക്കറിയില്ല, സ്കൂൾ ഫീസ് എത്രയാ? 1000 രൂപ ഒരു മാസം. ഒരു വർഷം 12,000 രൂപ. ഒരു കൊച്ചല്ലേ എനിക്കുള്ളത്? അതെ. ഇവിടെ എനിക്ക് തോന്നുന്നു പിങ്കി ആയിരിക്കും ഏറ്റവും കുറഞ്ഞ ഫീസ് അടയ്ക്കുന്നത്. അമ്പിളി എത്ര? അമ്പിളി ഈ വർഷം അവന് നല്ല സ്കൂളിൽ അല്ലാണ്ട് കിട്ടി, SH കിട്ടി. അവന് ഫീസ് ഇല്ലാണ്ട് കിട്ടിയ +1 ആണ്. കഴിഞ്ഞ വർഷം വരെ മാസം 1500 2000. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്, അതായത് 1ാം ക്ലാസ്സിൽ നിന്ന് വളർന്നു വരുന്ന നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ റെഡിയാണ് 1500 2000 4000 5000 ഡൊണേഷൻ. ആ ഫീസ് ഈ ഫീസ് അല്ലേ? നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നു 1000 500 കുഴിമന്തി, മറ്റേത് മറിച്ച്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ആലോചിക്കണം വെരി സീരിയസ്ലി. ഞാൻ പൈസ അല്ല ഞാൻ പറയുന്നത്, വാട്ട് യു ആർ ഇൻവെസ്റ്റിംഗ്. ഇവിടെ ഇരിക്കുന്ന 1 മണിക്കൂർ ഇപ്പൊ കുറച്ച് പേര് നിങ്ങൾ ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. അതല്ലാതെ നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. വെരി സീരിയസ്ലി. ഇവിടെ ഇരിക്കുന്നവന്റെ പ്രശ്നം എന്താണെന്നറിയോ? അത് മുനീർ ഭായി ആയിക്കോട്ടെ, സനീഷ് ആയിക്കോട്ടെ, ജീവൻ സാർ ആയിക്കോട്ടെ, രാമേന്ദ്രൻ ആയിക്കോട്ടെ, നിങ്ങളൊക്കെ ബുദ്ധി കൊണ്ട് എന്നേക്കാൾ മിടുക്കന്മാരാ, ഐഡിയകൾ കൊണ്ട് എന്നേക്കാൾ മിടുക്കന്മാരാ, കാര്യപ്രാപ്തി കൊണ്ട് എന്നേക്കാൾ മിടുക്കന്മാരാ.
പക്ഷെ നിങ്ങൾക്ക് ഞാൻ തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ പോക്കറ്റിൽ കെട്ടുമടക്കിയിട്ട് എടുത്ത് വെച്ചിരിക്കുക. ഒരു 10 ഐഡിയ ഉണ്ടെങ്കിൽ 2 ഐഡിയ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ആം ട്രൈങ് ടു ഡു എക്സിക്യൂഷൻ. എൻ്റെ അടുത്ത് ഒരൊറ്റ ഐഡിയ ഉള്ളൂ. ആ ഐഡിയയുടെ പുറത്ത് ഞാൻ എക്സിക്യൂഷൻ എക്സിക്യൂഷൻ എക്സിക്യൂഷൻ. അത് എവിടെയെങ്കിലും പാളിക്കഴിഞ്ഞാൽ ഞാൻ ലാബ് കയറും. എവിടെയാ ശ്രീജിത്തെ പറ്റിയ തെറ്റ്, പ്രശ്നം എന്താ? ഇന്ന് നിങ്ങൾ നടത്തിയ ടെസ്റ്റ്, ഇന്നലെ ഇന്നോട്ട് നടത്തിയ ടെസ്റ്റ് ഞാൻ ഒരു മാസം മുന്നേ ചെയ്തതാ. എന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ഇന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി. ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. സംസാരിക്കാം നിങ്ങൾക്ക്. വീഡിയോ ഓഫ് ആക്കിയിട്ട് പൊട്ടിക്കരയരുത് കേട്ടോ. എടോ, നിങ്ങളെ വിചാരിച്ചിട്ടാണ് ഒരു കുടുംബം നിൽക്കുന്നത്. എടോ, നിങ്ങളെ വിചാരിച്ചിട്ടാണ് കുറച്ച് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇരിക്കുന്നത്. നിങ്ങൾ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് അവരിയ്ക്കുന്നത്. എന്നിട്ട് നിങ്ങള് ഉഴപ്പി നടക്കുക. മുകേഷ് അംബാനിക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും 24 മണിക്കൂറേ സമയമുള്ളൂ. സമയമായില്ല പോലും എന്നുള്ള പാട്ട് പാടുന്ന സമയമല്ല. നിങ്ങൾക്ക് കംഫർട്ട് സോൺ ആവാം. ഇഫ് യു ആർ ഇൻ എ കംഫർട്ട് സോൺ, ഇഫ് എവറിത്തിങ് ഈസ് റൈറ്റ്. രാവിലെ ആവുന്നു, വൈകുന്നേരം ആവുന്നു. ദിവസവും നിങ്ങൾ കാണുന്നവരെ കാണുന്നു, ഭക്ഷണം കഴിക്കുന്നു, മുന്നോട്ട് പോകുന്നു, എല്ലാം അതുപോലെ മുന്നോട്ട് പോകുന്നു. എങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മാത്രം ഉണ്ടാവില്ല, അത് വളർച്ചയാണ്. ബാക്കിയൊക്കെ ഉണ്ടാവും. എന്നാൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾക്ക് വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ എല്ലാതും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? 10 മിനിറ്റ് സമയമുണ്ടോ? 7 മണിയാവും. ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് ഹരിദാസേട്ടനെ കണ്ടില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ കണ്ടുപിടിച്ച 4 5 എത്രയോ പ്രശ്നങ്ങളായിക്കോട്ടെ, ആ പ്രശ്നങ്ങൾ, അതിന് നിങ്ങളുടെ റെമഡീസ് എന്താണെന്ന് അടുത്ത 10 മിനിറ്റ് ഇതേ വീഡിയോയുടെ മുന്നിൽ ഇരുന്നിട്ട് അടിച്ചുണ്ടാക്കിയിട്ട് എന്റെ മൊബൈലിലേക്ക് പേഴ്സണലായിട്ട് അയക്കണം. ഇപ്പോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രശ്നങ്ങളൊന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ എനിക്ക് വേണം. അത് അയക്കാത്തവനെ ഞാൻ മൈൻഡ് ചെയ്യില്ല കേട്ടോ. അവൻ എത്ര രൂപ തന്നാലും ഞാൻ മൈൻഡ് ചെയ്യില്ല. അവൻ എന്തൊക്കെ പറഞ്ഞാലും എത്ര സ്നേഹമുള്ളവളാണെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാൻ വിശ്വസിക്കുന്നത് അറിയോ, അത് എന്റെ വെണ്ടർ എപ്പോഴും എന്നോട് പറയുന്ന കാര്യമാണ്. ശ്രീജിത്തെ, നീ പൈസ മേടിക്കുന്നത് മുനീർ എന്ന് പറയുന്ന, രാമചന്ദ്രൻ എന്ന് പറയുന്ന, സനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തുനിന്നല്ല. നിങ്ങൾ മേടിക്കുന്നത് അവരുടെ കമ്പനിയുടെ അടുത്തുനിന്നാണ്. കൂറ് ആ കമ്പനിയോടാവണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താന്നുള്ളത് ഇപ്പൊ ഇവിടെ ഇരുന്ന് എഴുത്. അതിനുള്ള റെമഡീസ്, നിങ്ങൾ കണ്ടുപിടിച്ച റെമഡീസ് എഴുത്. വാട്സപ്പിൽ എഴുതിട്ട് എനിക്ക് ഇപ്പോ എന്റെ ഫോണിൽ ഞാൻ 7 മണി വരെ പഠിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയും ചെയ്യാം. ഗുഡ് മോർണിംഗ്. യെസ്, സോണി ചേട്ടാ പറയൂ. നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റാത്ത ബിസിനസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പരിപാടി നിർത്തി അടുത്ത പരിപാടി തുടങ്ങണം. നീ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ
ആ പരിപാടി ചെറിയ ബിസിനസ് വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ആ വരുമാനം കൊണ്ടുവന്നോള് പാരലി വേറെ പരിപാടി തുടങ്ങുക, നമ്മൾ അത് കൊണ്ടുപോവുക. പേഴ്സണലായിട്ട് ഗ്രൂപ്പിലൊന്നും അയക്കണമെന്നില്ല, പേഴ്സണലായിട്ട് അയച്ചാലും മതി, നോ പ്രോബ്ലം. പലർക്കും ഗ്രൂപ്പിൽ പറയാനൊക്കെ മടിയുണ്ടാവും, പേഴ്സണലായിട്ട് അയച്ചാൽ മതി. എനിക്ക് എന്റെ നമ്പർ അവിടെ കണ്ടല്ലോ, അതിൽ പേഴ്സണൽ അയച്ചാൽ. ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നവർ വളരെ സ്നേഹത്തിലായിരിക്കും തിരിച്ച് മറുപടി വരികയെന്ന് പ്രതീക്ഷിക്കല്ലേ. ഓപ്പണായിട്ട് ഞാൻ പറയാം. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് രാമേന്ദ്രേട്ടാ, നമ്മൾ ആദ്യമായിട്ട് 21 ദിവസത്തിൽ 18 ദിവസത്തിൽ ആദ്യമായിട്ട് നമ്മൾ 7 മണിക്ക് മുന്നേ നമ്മൾ സൂം നിർത്തുന്നു. ഓക്കെ, പക്ഷെ ഈ സൂം നിർത്തുന്നു എന്ന് പറയുന്നത് ഇവിടെ ഇരുന്നവർ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട. ഐ ആം എക്സ്പെക്ടിങ്, ഞാൻ ഇവിടെ ഇതേ ചെയറിലുണ്ടായിരിക്കും. ഐ ആം എക്സ്പെക്ടിങ് യുവർ റിപ്ലൈസ്, യുവർ മെസ്സേജസ്. നാളെ കാണാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി ഗ്രൂപ്പിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് താല്പര്യമുണ്ടെങ്കിൽ ഒരു കോൾ ഇട്, എന്നിട്ട് നമുക്ക് സ്റ്റാഫ് ട്രെയിനിങ് വേണോ വേണ്ടെന്ന് തീരുമാനിക്കും. അതിനനുസരിച്ച് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.